അച്ഛാ ഹാപ്പി ഫാദേഴ്സ് ഡേ. എന്നാ ഫാദേഴ്സ് ഡേ. അച്ഛൻ്റെ 31ാമത്തെ ഫാദേഴ്സ് ഡേ, വിഷ്ണുവിൻ്റെ ഫസ്റ്റ് ഫാദേഴ്സ് ഡേ. ഹാപ്പി ഫാദേഴ്സ് ഡേ. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു കൊല്ലം? യു വി ഇന്ന് സിക്കാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു വർഷം ഫാദറായിട്ട്? അല്ല, ഒരു 2 സെന്റൻസ് പറയടോ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എന്തൊക്കെ നല്ല ഇമോഷൻ വൈസ് ഫീലിംഗ് വൈസ് ഒക്കെ എന്തൊക്കെ ചേഞ്ച് ചെയ്തു? അച്ഛൻ പോവരുത്, ഇതേ ചോദ്യം അച്ഛൻ എനിക്ക് വരുന്നുണ്ട്. അച്ഛൻ പേപ്പറൊക്കെ മടക്കി ഇല്ലല്ലോ, അങ്ങനെ ഒറ്റ സെന്റൻസ് പറയുന്നില്ല. കംപ്ലീറ്റ്ലി ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണ്. പണ്ടേക്ക് ഇങ്ങനെ ഡൈപ്പറില്ല പാസിഫയർ എടുക്കുന്ന ശീലം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പാസിഫയർ എടുക്കണം, ഇടയ്ക്ക് പാസിഫയർ ഇങ്ങനെ കാണാൻ തോന്നും. അപ്പൊ ഞാൻ ഇരുന്ന് തപ്പണ്ടി വരും, പക്ഷെ അപ്പളും കിട്ടില്ല. അപ്പൊ ഫോട്ടോ അച്ഛനോട്, അച്ഛാ എങ്ങനെയായിരുന്നു അച്ഛൻ്റെ 31 കൊല്ലത്തെ ഫാദേഴ്സ് ഡേ? ഫാദേഴ്സ് ഡേ അല്ല, ഫാദർഹുഡ്. ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം ഒരു മിനിറ്റ് ഒന്ന് ക്യാമറ കട്ട് ചെയ്യുന്നുണ്ട്. കമ്മിങ് ബാക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ 31 കൊല്ലത്തെ ഫാദർഹുഡ്? നല്ല ഓർക്ക ഒന്നും കേൾക്കില്ല. 31 വർഷം എന്ന് പറയുമ്പോഴേ അത് ഏറ്റക്കുറച്ചിലായി നടന്നു പോയിണ്ടാവും. അച്ഛൻ കുറച്ചിലൊന്ന് സ്ട്രെസ് ചെയ്ത പോലെ എനിക്ക് തോന്നി. കുറച്ചിലൊന്ന് സ്ട്രെസ് ചെയ്ത പോലെ. എന്നാലും അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? ഗുഡും ബാഡൊക്കെ ഉൾപ്പെടെ ഇങ്ങനെ പോകുമല്ലോ, അങ്ങനെ വഴിക്ക് ഇങ്ങനെ പോയി. അപ്പം ഇന്ന് ജൂൺ 21 ഫാദേഴ്സ് ഡേ. ഞാൻ ഫാദേഴ്സ് ഡേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 6 കൊല്ലമായിട്ടാണ് ഉണ്ട് തന്നെ അറിഞ്ഞത്. നെതർലാൻഡ്സിലെത്തിയതിനു ശേഷം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയൊന്നും ഞാൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഫാദേഴ്സ് ഡേ ഉണ്ട് എന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഹിറ്റായതിനു ശേഷമാണ് പല ഡേയ്സും നമ്മൾ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. മദേഴ്സ് ഡേയും ഫാദേഴ്സ് ഡേ ഒക്കെ ഞാൻ അതിനുശേഷം ഒരു വിഷിൽ മാത്രം ഒതുക്കിയായിരുന്നു. ഇപ്പോഴാണ് അതിനും കൂടെ ഒരു ചെറിയ സെലിബ്രേഷനൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നല്ല വിഷ് സെലിബ്രേഷൻ എന്നൊന്നും പറയാനില്ല, ജസ്റ്റ് ഒരു ഡേ അക്നോളജ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഇങ്ങോട്ടൊക്കെ വരലുമ്പോ കടിച്ചത് അമ്മ ഇപ്പൊ കൈ കൊണ്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് നല്ല കടി കിട്ടുന്നുണ്ട്. എനിക്ക് കടി കിട്ടിയിട്ട് ദേഷ്യമൊക്കെ വന്നായിരുന്നു, ഏട്ടാന്നൊക്കെ. ഇവ തിരിച്ചും ചീത്തറിയോ? അച്ഛൻ പറഞ്ഞ പോലെ 31 കൊല്ലത്തെ ഫാദർഹുഡ് ഏറ്റക്കുറച്ചിലുകളിലൂടെ പോയി എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് നല്ല ഏറ്റക്കുറച്ചിലുകളിലൂടെ പോയി എന്ന് പറയുന്നതായിരിക്കും. ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ളൊരു 5-8 വർഷം ചെറിയ ചെറിയ തട്ടലും മുട്ടലുമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിന് മുന്നത്തെ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തും കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ തമ്മിൽ സ്ഥിരം ശകടയായിരുന്നു കേട്ടോ. ശകട എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ നല്ല സ്ട്രോങ് ഒപ്പീനിയൻ ഉള്ള ഒരാളാണ്, അച്ഛനും നല്ല സ്ട്രോങ് ഒപ്പീനിയൻ ഉള്ള ഒരാളാണ്. സ്ട്രോങ് ഒപ്പീനിയൻ്റെ ഒപ്പം എനിക്ക് അത്യാവശ്യം നല്ല കയ്യിലിരിപ്പും വികൃതിയും വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജ് പഠിക്കുന്ന സമയത്തും സ്വന്തം തീരുമാനങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം, അങ്ങനത്തെ ഒക്കെ സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനും അച്ഛനും തമ്മിൽ നല്ല ഒരയുണ്ടായിരുന്നു ഒരു 10-12 വർഷത്തോളം. അങ്ങനെ മെയിൻ ഒരു പ്രശ്നം അങ്ങനെയല്ല, പക്ഷെ എന്നാലും ഞങ്ങൾ തമ്മിലൊരു ചേരും ചേരായ്മ കളി ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് മെയിൻ അന്നത്തെയൊക്കെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനും അച്ഛനും തമ്മിലുള്ള പ്രശ്നം സോൾവ് ആക്കുക, അടി തീർക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 5-8 കൊല്ലമായിട്ട് വലിയ തിരക്കില്ലാതെ പോകുന്നുണ്ട്. മുഴുവൻ അച്ഛനെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ നല്ല കയ്യിലിരിപ്പുണ്ടായിരുന്നു. അമ്മയ്ക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ നന്നാവുമായിരിക്കും, ഇതൊക്കെ ഈ പ്രായത്തിൻ്റെയാണ്, കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാവുമായിരിക്കും എന്നുള്ളത്. പക്ഷേ അച്ഛന് കുറച്ചും കൂടെ ദേഷ്യത്തിൻ്റെയൊക്കെ പ്രശ്നമുള്ളത് കാരണം ഞങ്ങൾ തമ്മിൽ വാഗ്വാദങ്ങളൊക്കെ അത്യാവശ്യം സ്ഥിരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ റീസെൻറ്റ് 5-8 ഇയേഴ്സായിട്ട് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആയത് ഈ ഒരു 5-8 വർഷമായിട്ടാണെന്നുള്ളത് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ഇമോഷൻസ് കുറേ അച്ഛൻ മനസ്സിലാക്കുന്നതും അച്ഛൻ്റെ ഇമോഷൻസ് കുറേ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയതും ഒക്കെ റീസെൻ്റ് ആയിട്ടുള്ളൊരു 8 വർഷമൊക്കെ ആയിട്ടായിരിക്കും. 2 പേർക്കും മാറ്റം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. കുറച്ചും കൂടെ മെച്യൂരിറ്റി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എന്നാലും കുറച്ചും കൂടെ കാര്യങ്ങൾ അങ്ങനെ കാണാൻ വേണ്ടി തുടങ്ങി. അച്ഛന് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അച്ഛൻ കുറച്ചൊക്കെ സോഫ്റ്റ് ആവാൻ വേണ്ടി തുടങ്ങി, കുറച്ചും കൂടെയൊക്കെ അവൈലബിൾ ആവാൻ വേണ്ടി തുടങ്ങി, കുറച്ചും കൂടെയൊക്കെ എൻ്റെ സ്ഥലത്ത് നിന്ന് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ റിലേഷൻ കഴിഞ്ഞ ഒരു 5-8 കൊല്ലമായിട്ട് ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പം എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ അവൈലബിൾ ആണ്. ഞാൻ പല കാര്യങ്ങളും ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്ന്. അത്
ഞാൻ അച്ഛനെ വിളിച്ചിട്ടാണ് ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നത്, എനിക്കത് ബുദ്ധിമുട്ട് തോന്നുന്നു, ഇത് ബുദ്ധിമുട്ട് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും ഞാൻ അങ്ങനെ ഒരു ഡീപ്പ് കോൺവെർസേഷൻ അച്ഛനായിട്ട് പോയത്. പക്ഷേ കോളിന് ശേഷം ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ഒരു 5-8 കൊല്ലമായിട്ട് എത്രത്തോളം നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയി. കാരണം നമുക്ക് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകുമ്പോഴാണല്ലോ നമ്മുടെ ഇമോഷൻസ് ഒക്കെ തുറന്ന് പറയാൻ പറ്റുക. ഇത്തവണ ഞാൻ അതൊക്കെ കൂടുതൽ അമ്മേനോട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ അച്ഛനോടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു അച്ഛൻ മകൾ ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുന്നേ എല്ലാ അച്ഛന്മാർക്കും ഹൃദയം നിറഞ്ഞ ഫാദേഴ്സ് ഡേ ആശംസകൾ. ഹാപ്പി ഫാദേഴ്സ് ഡേ. അച്ഛൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, അങ്ങനെ അധികം ഗ്ലോറിഫൈഡ് ഒന്നും അല്ലാത്ത, എന്നാൽ നമ്മുടെ ലൈഫിൽ എത്രയോ സെൽഫ്ലെസ് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള, ആ നടത്തിയ കോൺട്രിബ്യൂഷൻസിനൊന്നും എപ്രീസിയേഷൻസ് കിട്ടിയില്ലെങ്കിൽ ഒരു കംപ്ലയിൻസും ഇല്ലാത്ത, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ അച്ഛൻ. നേരത്തെ പറഞ്ഞതുപോലെ ഞാനും അച്ഛനും തമ്മിൽ കുറേ അടികൾ നടക്കുമായിരുന്നെങ്കിലും അച്ഛൻ പല സിറ്റുവേഷനിലും എനിക്ക് വേണ്ടി ഏത് എക്സ്ട്രീം വരെ പോയിട്ടുണ്ടെന്നും അതേപോലെ തന്നെ അച്ഛൻ എനിക്ക് എന്നും ഒരു ധൈര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും വിഷ്ണു ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, ഈ സിനിമയിലൊക്കെ ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരെ പോലെയാണ് അച്ഛന്മാർ എന്ന്. കാരണം ആ സിനിമ നന്നാവാൻ വേണ്ടി അത്ര എഫേർട്ട് അവരും എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ പറയുന്ന പോലെ വലിയ അപ്രീസിയേഷൻസോ അംഗീകാരങ്ങളൊന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അതിൽ വലിയ കംപ്ലയിൻസ് ഒന്നും അവർ പ്രകടിപ്പിക്കുകയും ചെയ്യാറില്ല. അപ്പോൾ എന്തായാലും എല്ലാ അച്ഛന്മാർക്കും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ ഒരു ഫാദേഴ്സ് ഡേ വിഷ് ചെയ്തും കൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ദേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. നമുക്കിന്ന് അത്ര ഒരു ഹാപ്പി ഫാദേഴ്സ് ഡേ ഒന്നും അല്ല കേട്ടോ. കാരണം യുവി ചെറുതായിട്ടൊന്ന് സിക്കാണ്. യുവിക്ക് കഴിഞ്ഞൊരു 3 ദിവസമായിട്ട് വയറ് കുറച്ച് അപ്സെറ്റാണ്. എവിടെ നിന്നാണ് പണി കിട്ടിയെന്ന് മനസ്സിലാവുന്നില്ല. ഒന്നെങ്കിൽ ചിലപ്പോൾ തോന്നുന്നു ഭയങ്കര ചൂടും ഉഷ്ണമൊക്കെ വന്നില്ലേ, അതിൽ ദഹനക്കേട് വന്നതായിരിക്കാം. മൊത്തത്തിലൊരു മാറ്റമാണല്ലോ സംഭവിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് ഫ്രൂട്ട് സ്റ്റാളിൽ നമ്മൾ മാങ്ങ വാങ്ങി ചെത്തിയിട്ട് കുറച്ചിങ്ങനെ ഉടച്ചു കൊടുക്കുമല്ലോ, അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലാണോ അതോ ഇനി റാഗി അവൻ കുറച്ചധികം കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിലാണോ ഇൻഡൈജഷൻ സംഭവിച്ചതെന്ന് അറിയില്ല. കഴിഞ്ഞൊരു 3 ദിവസമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രോബയോട്ടിക്സും കാര്യങ്ങളും അവർ തന്നു. ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ മാത്രം പ്രശ്നമില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കുറച്ച് ടഫായിട്ടുള്ള 3 ദിവസങ്ങളായിരുന്നു. ഇന്നിപ്പോൾ അവൻ കുറച്ച് റിക്കവേർഡാണ്. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുകയോ ഇല്ലേ എന്നുള്ള എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല, എടുക്കണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയൊക്കെ ആയിട്ട് അവൻ കുറച്ച് റിക്കവേർഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ഒരു ഫാദേഴ്സ് ഡേ വ്ളോഗിയുടെ ഒരു ഓർമ്മയ്ക്ക് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ വിഷ്ണുവിന് വേണ്ടി കുറച്ച് കുഞ്ഞ് ഗിഫ്റ്റൊക്കെ അവനെ കൊണ്ട് ക്രാഫ്റ്റ് പോലെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കതൊന്നും ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കയ്യിലിങ്ങനെ നമ്മൾ പെയിൻ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫിംഗർ പ്രിൻറ്റും അതേപോലെ തന്നെ ഹാൻഡ് പ്രിൻറ്റും ഒക്കെ എടുക്കില്ലേ, അങ്ങനത്തെ 1-2 കുഞ്ഞ് ക്രാഫ്റ്റ് ഐഡിയാസ് ആയിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസത്തിൽ അതൊന്നും എൻ്റെ തലയിൽ കൂടെ ഓടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതൊക്കെ വാങ്ങിച്ച പോലെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് വിഷ്ണുവിനെയും യുവീനെയും ഒക്കെ കൂട്ടിയിട്ട് ഇന്ന് അവൻ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിഷ്ണുവിൻ്റെ ഒപ്പം ആ ഒരു ക്രാഫ്റ്റ് വർക്ക് നമുക്ക് ചെയ്യാം. അച്ഛനും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, അത് വാങ്ങിയിട്ടില്ല. ഇന്നിപ്പോൾ അവന് കുറച്ച് ബെറ്റർ ആയതുകൊണ്ട് വിഷ്ണു പറയുന്നുണ്ട് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് അച്ഛനുള്ള ഗിഫ്റ്റൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വരാമെന്നുള്ളത്. ഇപ്പോൾ നല്ല ഉറക്കാട്ടോ. ഇന്നലെ രാത്രി തൊട്ടിട്ടാണ് അവൻ കുറച്ച് ബെറ്ററായി തുടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. കൊതുവിൻ്റെ പ്രശ്നം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾ 1-2 പേര് കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പുറത്തേക്കുള്ള വാതിലുകൾക്കൊക്കെ നെറ്റ് വെക്കണം, അതേപോലെ ജനലുകൾക്കും നെറ്റ് വെക്കണം എന്നുള്ളത്. ഇവിടെ പുറത്തേക്കുള്ള 2 വാതിലിനും ദേ ഇങ്ങനത്തെ നെറ്റ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് അടയില്ലേ, അങ്ങനത്തെ ഒരു ഡോറ് തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ എല്ലാ ജനലിലും തുറന്നിടുന്ന ഇങ്ങനത്തെ ജനലുകൾ ഉണ്ടായിരിക്കുമല്ലോ, അത് ഈ ഒരു ജനൽ മാത്രമാണ് നമ്മളിതിൽ തുറന്നിടാറ്. അപ്പോൾ അതിലും നെറ്റ് ഉണ്ട്. ഇങ്ങനെ എല്ലാ വിൻഡോസിലും നമ്മൾ ഏത് ജനലാണോ തുറന്നിടുന്നത് അതിൽ നെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൊതുവിന് അകത്തേക്ക് എത്താനുള്ള വഴി കൊതു തന്നെ കണ്ടുപിടിക്കും. നന്നായിട്ട് അകത്തേക്ക് എത്താറുണ്ട് അല്ല അച്ഛാ? അച്ഛൻ കേട്ടോ ഞാൻ പറഞ്ഞ? ഞാൻ എത്രത്തോളമാണ് ഈ മദ്രസയിൽ നിന്നുള്ള ഈ ഒരു ഇത് മിസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഇവിടെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് മദ്രസയിലെ പല പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് പഠിക്കാറുണ്ടായിരുന്നത്. അല്ല അമ്മ? അതുകൊണ്ട് മദ്രസയിലെ പല പാഠങ്ങളും എനിക്ക് ബൈഹാർട്ടായിരുന്നു. ഈ ഒരു സ്ഥലത്തിരുന്നാണ് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നത്. അത് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് 8ാം ക്ലാസ്സിലാണ്. അതുവരെ ഞാനൊരു മട്ടിൽ അങ്ങോട്ട് പോകുമായിരുന്നു. വെല്ലച്ചനെ പറ്റി പറയുമായിരുന്നു, ഞാൻ ഒന്ന് കേൾക്കും, ഒന്ന് മനസ്സിലാക്കും, വേറൊന്ന് എഴുതും, വേറൊന്ന് വായിക്കുന്ന. അല്ലേ? അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ പഠിത്തത്തിനെ പറ്റിയിട്ട്. അമ്മ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഈ കുട്ടീനെ കൊണ്ട് എന്ത് ചെയ്യുന്ന. നമുക്ക് അടവ് വറുത്തതാണ്, മാരിനേറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഇത് നല്ലൊരു പാത്രമാണ്. ഇതമ്മ ആമസോണിൽ വാങ്ങിയതല്ലേ? ഇത് സ്റ്റീലാണ്. ഇങ്ങനത്തെ 2-3 എണ്ണം ഞാൻ ഇവിടെ അമ്മടുത്ത് കണ്ടു. ഇത് ഞാൻ പോകുമ്പോൾ വാങ്ങിച്ചോണ്ടുണ്ട്.
നല്ല രസമല്ലേ ഈ പാത്രം? ആണോ? എത്ര ഇതിന്? എത്ര ഇതിന് ഏകദേശം? 300-400? 6 300-400 രൂപ എന്നാ പറയണേ. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ നല്ല പ്ലേറ്റ് ആണേ. ഗുഡ് പ്ലേറ്റ്. വീണ്ടും പുട്ടും കടലയാണ്. പുട്ടിൽ ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും കൈവശം തന്നിട്ടുണ്ട്. ആൻസർ ഇസ് വെരി സിമ്പിൾ, പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന്. ഞാൻ ഇന്നലെ കോഴിക്കോട് ലുലുവിൽ പോയപ്പോൾ ഞങ്ങളുടെ 5 കിലോൻ്റെ പുട്ടിൻ്റെ പാക്കറ്റ് കണ്ടു. അപ്പം വിഷ്ണുവിൻ്റെ അടുത്ത് പറയായിരുന്നു നമുക്ക് ഈ പുട്ടിൻ്റെ പാക്കറ്റാണ് ആവശ്യമെന്ന് കേട്ടോ. ഞങ്ങൾക്ക് 1 കിലോൻ്റെ പുട്ടിൻ്റെ പാക്കറ്റൊക്കെ വളരെ കുറച്ച് ദിവസങ്ങളേ ഉണ്ടാവുള്ളൂ. കാരണം അധിക ദിവസം പുട്ടായിരിക്കും. പുട്ടുകൂടി എടുത്തിട്ട് പക്ഷെ രാജ്യം വിടുന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്. ഫാദേഴ്സ് ഡേ വിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അച്ഛനോട് അച്ഛൻ്റെ 31 കൊല്ലത്തെ ഫാദർഹുഡ് എങ്ങനെയുണ്ടെന്ന് ചെറിയ വിശേഷം ചോദിച്ചു. അച്ഛൻ വളരെ ചിരിച്ചെളിമയിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി എന്ന് പറഞ്ഞു. ഏറ്റക്കുറച്ചിലുകളെ താങ്കളിങ്ങനെ നോക്കിക്കാണുന്നു. നീയും അച്ഛനും ആകുമ്പോൾ എപ്പോഴും അച്ഛനും നീയും തമ്മിൽ അച്ഛൻ്റെതായിട്ട് വ്യക്തമായ കാഴ്ചപ്പാടിലാണ്, നമുക്ക് എന്റേതായിട്ട് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ്. കുട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വ്യക്തമായ ഇതാ വരുന്നു. ഒരു കാഴ്ചപ്പാടിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അച്ഛൻ്റെതായിട്ടുള്ള വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമുക്ക് കുട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്കും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും അതെന്താ ഒരേ ധ്രുവത്തിൽ പോണ ഒരേ ഇതിൽ പോണ കാഴ്ചപ്പാടായിരുന്നില്ല. എന്റെ നേർരേഖകളായിരുന്നു. എന്റെ കാര്യവും അച്ഛനും തമ്മിൽ ഒത്തിരി ബുദ്ധിമുട്ടാറില്ല. ഫോർ എക്സാമ്പിൾ ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ ഡ്രസ്സിന്റെ പോലെയുള്ള കാര്യങ്ങളല്ല. ഡ്രസ്സിന്റെ കാര്യത്തില് അച്ഛന് വളരെ പട്ടുപാവാടിയും. അച്ഛന് ഞാൻ ബർത്ത്ഡേക്ക് പട്ടുപാവാടിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് സ്കൂളിൽ പോകണമായിരുന്നു. എനിക്കാണെങ്കിൽ അതങ്ങോട്ട് തീരെ വർക്കൗട്ട് ആവില്ല. എനിക്ക് പട്ടുപാവാടയുടെ പ്രശ്നമല്ല കേട്ടോ. എനിക്ക് അങ്ങനെ അങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. വലിയ കമ്മലൊക്കെ ഇട്ട് ഇപ്പോഴും ഞാൻ കമ്മലും മാലും ഒന്നും ഇടാറില്ലല്ലോ. അതൊന്നും എൻ്റെ ഒരു സ്റ്റൈലല്ല. അതെ, ഒരു ഉദാഹരണത്തിന് അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ യോജിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ രണ്ടാളും രണ്ട് എക്സ്ട്രീം ആയിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെപ്പോൾ തീർന്നു? ഒരു 5-8 കൊല്ലമായിട്ട്. കാണാതെ വളരെ കുറച്ച് കാണാൻ വേണ്ടി തുടങ്ങിയപ്പോ വരുമ്പോ തന്നെ നാട്ടില് കോഴിക്കോട് അതിന്റെ കുറെ അവിടെയും കുറെ ടൂറും ഒക്കെ ആയിട്ട് നമുക്ക് കാണില്ലല്ലോ. അപ്പൊ നമ്മളൊരു പ്രശ്നമില്ല. പക്ഷെ ഒരാഴ്ച ഞങ്ങൾ ഇപ്പോഴും ഒരുമിച്ച് വന്നാൽ ഞങ്ങൾ ഇപ്പോഴും അടി ഉണ്ടാവും. എന്തെങ്കിലും കാര്യം പറയാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും കാര്യം പറയാൻ അച്ഛന് പറ്റില്ല. എന്നിട്ട് അമ്മ അറിയായിരുന്നു, ഇപ്പൊ തന്നെ അല്ല കേട്ടോ, മുന്നേയും. എന്നിട്ട് അമ്മ അറിയായിരുന്നു ഞാൻ എന്താ പറയുന്ന ഇപ്പൊ നമ്മളില്ലാന്നുണ്ടെങ്കിൽ അമ്മയും അച്ഛനും തമ്മിലുള്ള അടി ഒന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ പേരിലാണ് അടി മുഴുവൻ. ഈ കാമ്പുറത്ത് നേരെ എടുക്കുമ്പോ ഒരു 2 റോഡുണ്ട്. ഏറെക്കുറെ നേരെയുള്ള റോഡാണ് കാലിക്കറ്റ്. അമ്മ എന്താ നോക്കിക്കണോ? ഇത് ആ ടോള ഒഴിവാക്കി പോവാൻ. ആ റോഡാണ് ഈ ടോൾ എന്താണെന്നറിയോ? നമുക്കൊരു 3000 രൂപ എന്തോ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 200 തവണ പാസ് ചെയ്യാം. പക്ഷെ നമുക്ക് ആ ആപ്പ് വഴി അത് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം ഇത്തവണ ടോൾ ഒഴിവാക്കിയിട്ട് പോവുക എങ്ങനെയാണ് കോട്ടക്കൽക്ക് എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ തന്നെ 4 തവണ പോയി വന്നു. 200 രൂപ എടുത്ത ടോളിന് വരുന്നത്. അപ്പം ഇപ്പം തന്നെ 1000 രൂപ എടുത്ത് നമ്മൾ കൊടുത്തു. പക്ഷെ 3000 രൂപ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാകുമല്ലോ. അപ്പോൾ അത് എടുക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ പറ്റുന്നില്ല. തൽക്കാലം ഇപ്പോൾ ടോൾ ഒഴിവാക്കിയിട്ട് കോട്ടക്കൽക്ക് എങ്ങനെ പോകുക എന്നുള്ള വഴി അച്ഛൻ വിഷ്ണുവിന് പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾ കോട്ടക്കൽ പോവുകയാണേ 1-2 സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുക. എനിക്കത് ജിമ്മില്ലേ? ഓ, ഒന്ന് ഞായറാഴ്ച, ഇന്ന് ശനിയാഴ്ച അല്ല, ഇന്ന് ഞായറാഴ്ച. ശരിയാ. അമ്മ ഇപ്പം എല്ലാ ദിവസവും ജിമ്മിൽ പോകട്ടോ. ആഴ്ചയിൽ 4 ദിവസം to 5 ദിവസം വരെ ജിമ്മിൽ പോകാറുണ്ട്. ആരാ നമ്മുടെ മോട്ടിവേഷൻ? അമ്മേനെ ഞാൻ 3 കൊല്ലത്തോളം വിളിച്ചിട്ട് ജിമ്മിന്റെ ഇമ്പോർട്ടൻസ് പഠിപ്പിച്ച് അമ്മ ജിമ്മിൽ പോകാൻ തുടങ്ങി. ഞാൻ ജിമ്മിൽ പോക്ക് നിർത്തി. പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോ നമുക്ക് രസമുണ്ടെന്നല്ല പറയണ. അപ്പോൾ അമ്മയ്ക്ക് ജിമ്മിൽ പോകാൻ രസം. ഞാൻ നിങ്ങൾക്ക് അമ്മയുടെ അലമറ കാണിച്ചു തരട്ടെ ഒന്ന്. ഞാൻ ഭയങ്കര അടക്കി പെറുക്കി ഒതുക്കി വെക്കുന്ന ആളാന്ന് നിങ്ങൾ പറയാറുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ എന്ത് പറയും? 1 സെന്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും സാരി ഒന്നും മാറിയിട്ടില്ല. കണ്ടോ, ഒരേ ലെവലിൽ. ഇത് നമ്മുടെ അമ്മ ഇപ്പോൾ സാരിയുടെ എണ്ണം കുറച്ചോ? ഇപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സാരി അമ്മ കൊടുത്തു. ഇത് നമ്മുടെ സാരിയും കുറച്ച് വീട്ടിലിടുന്ന ചുരിദാറൊക്കെ ഇരിക്കുന്നതാണ്. എല്ലാം ഇഞ്ചോടിഞ്ച് പേപ്പറൊക്കെ ഇരിക്കുന്നുണ്ടോ, വരിക്കൊത്ത്. അത് കഴിഞ്ഞ് ഇവിടെ 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 നമ്മുടേതാണ്. എനിക്കിങ്ങനെ അടക്കി പെറുക്കി ഒതുക്കി വയ്ക്കുന്ന സ്വഭാവം കിട്ടിയെന്ന് ഞാൻ പറയില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഉണ്ടത് ഇല്ലേ? വൃത്തിന്ന് മാത്രമല്ല, ഒരു ഓർഡർ ഉണ്ട്. ഓരോന്നിനും ഓരോരോ സ്ഥലങ്ങള് അങ്ങനെ വൃത്തിയിൽ വെക്കുക. അമ്മമ്മയും ഒക്കെ വയ്ക്കും.
അത് കാലഘട്ടം മാറിയപ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസമുണ്ട്. അമ്മമ്മയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരുന്നു അമ്മയും അവൈലബിൾ ആയിട്ടുള്ള. ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഓർഡർ ചെയ്തിട്ട്. പക്ഷെ ഇവിടെ പ്രീതമേമ്മയുടെ അപർണയുടെ വീടില്ലേ, അവിടെയോ ദീമാമ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആഴ്ചയിൽ 1-2 ദിവസം അവർ സ്പെൻഡ് ചെയ്യുന്നത് എല്ലാം ദീമാമയ്ക്ക് കുറച്ചും കൂടെ കൂടുതലുണ്ടോന്നുള്ളൂ. എല്ലാം മേമ എടുത്ത് വലിച്ചു വാരിയിട്ടിട്ട് ഒതുക്കി വെക്കണം. ഞാൻ നാളിവിടെ ഒതുക്കണേൻ്റെ മേമ കൊണ്ട് കുറച്ചെന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു. എനിക്ക് ഒതുക്കാൻ തോന്നണമെന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന കേട്ടോ അപർണയുടെ വീട്. നമുക്ക് ബാക്കിൽ നിന്ന് ഇങ്ങനെയും വിളിക്കാം. ഇവിടുന്ന് ഞാൻ അങ്ങനെ അപർണോ എന്ന് വിളിക്കാറുണ്ട്. ഇവിടെ ചെയ്ത റിനോവേഷൻ്റെ എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ മാറ്റം വരുത്തിയത്, എന്തൊക്കെയാണ് നമ്മളിവിടെ ചെറുതായിട്ടും കാര്യമായിട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ തറവാട്ടിൽ വന്നിരിക്കുക കേട്ടോ കാർ എടുക്കാൻ. ഇവിടെ വന്ന വെല്ലച്ചൻ്റെ കാർ നമ്മൾ ഉപയോഗിക്കാറെന്ന് പറഞ്ഞിട്ടില്ലേ. എനിക്കിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേ നമ്മുടെ അവിടെ നിന്നുണ്ടായിരുന്ന എല്ലാ അലർജിയും മാറി. എൻ്റെ ശബ്ദമൊക്കെ എന്ത് ക്ലിയർ ആയി എന്നറിയോ, നല്ല സുഖമുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വേറൊരു അലർജി വരാറുണ്ട്. തുടക്കത്തിലെ ഒരു 2 ആഴ്ചയൊക്കെ അതുണ്ടാവും, പിന്നെ അത് അങ്ങനെ മാറും. എന്താ സംഗതി എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എൻ്റെ ഈ വിരൽ കണ്ടോ, ഇതിൽ കണ്ടോ തരുതരുന്നതിന് ഇങ്ങനെ പൊന്തണത്, അതിങ്ങനെ എല്ലാ വിരലുകളിലും കാലിലെ വിരലിലും വരും. പിന്നെ അതൊരു 2 മാസം കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങോട്ട് പോകുന്ന കാണാം. കഴിഞ്ഞ തവണ ഡോക്ടറെ കാണിക്കണമെന്നൊക്കെ വിചാരിച്ചപ്പോഴേക്ക് മാറി. ഇത്തവണ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഇത് എന്തിൻ്റെ അലർജിയാന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. പിന്നെ ഞാൻ അലർജിയുടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നും കൂടെ വിചാരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അലർജിക് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ അവിടെ പൊതുവെ എല്ലാവരും അലർജി നല്ലോണമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും അങ്ങനത്തെ ടെസ്റ്റൊക്കെ എടുത്ത് അവർ കുറച്ചും കൂടെ അലർജി സ്പെസിഫിക് ആയിട്ടാണ് ജീവിക്കുന്നത്. ഞാനും അങ്ങനെ ജീവിക്കേണ്ടി വരും തോന്നണം. പൊന്തയൊക്കെ അങ്ങോട്ട് കെട്ടിയിട്ടുണ്ടല്ലോ, ഫുൾ നായക്കളാണ് ഇവിടെയൊക്കെ. ഒറ്റയ്ക്ക് നടക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. മുന്നേ നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നതല്ലേ. പക്ഷെ ഇവിടെ കുറേ ചെറിയ നായക്കുട്ടികളും വലിയ ഇങ്ങോട്ട് നമ്മൾ ഉപദ്രവിക്കാനൊന്നും വരില്ല. പക്ഷെ എന്നാലും എനിക്കൊരു പേടിയാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ. കുറേ നായ്ക്കളുണ്ട്. ഇപ്പോൾ തൊട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് പറയുകയാണ് നമുക്ക് അച്ഛനെന്ന് വിളിക്കുക, അച്ഛനെന്ന് വിളിക്കുക. എന്നാലും എന്തൊരു നാണം അച്ഛനെ വിളിക്കാം. വിഷ്ണു നാണൊക്കെ അച്ഛനെ വിളിച്ച് ഹാപ്പി ഫാദേഴ്സ് ഡേ പറയാം. എന്താണ് അച്ഛന് വേറെ 2 വിളിച്ചായിരുന്നു, പക്ഷെ ഹാപ്പി ഫാദേഴ്സ് ഡേ പറയാൻ ഒരു മടി. വൈ ഇസ് ദാറ്റ്? അമ്മേനെ വിളിച്ചിട്ട് പുഷ്പം പോലെ ഹാപ്പി മദേഴ്സ് ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ അച്ഛനൊന്ന് വിളിക്കണം. അപ്പോൾ പിന്നെ 2 അച്ഛന്മാർക്ക് നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം. പിന്നെ എനിക്ക് വെല്ലച്ചനും എന്തെങ്കിലും വാങ്ങിക്കണം. വെല്ലച്ചന് എല്ലാ തവണയും എന്താ കൊടുക്കുക എന്ന് എനിക്കറിയില്ല. കാരണം വെല്ലച്ചന് പ്രത്യേകിച്ച് അങ്ങനെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്നൊന്നും എനിക്കൊന്നും പ്രത്യേകിച്ച് അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരില്ല. അപ്പോൾ ഞാൻ ഇപ്പം അങ്ങനെ ആലോചിക്കായിരുന്നു, നമുക്ക് വൈകുന്നേരം ഇന്നോ നാളെയോ സമയം ഉണ്ടെങ്കിൽ വെല്ലച്ചനെ കൂട്ടിയിട്ട്, വെല്ലച്ചൻ്റെ തറവാട് കറയക്കാടാണ്, അവിടെ എന്തെങ്കിലും റൗണ്ട് അടിച്ച് വന്നാലോ കാറിൽ? നാളെ വൈകുന്നേരം. ഇന്നിപ്പോൾ പറ്റും തോന്നുന്നു. രാവിലെ നമ്മൾ ഓൾറെഡി ഇറങ്ങിയില്ലേ, എത്തുമ്പോഴേക്ക് യുവി എണീക്കും. അപ്പോൾ നാളെ വെല്ലച്ചനെയും കൂട്ടിയിട്ട് നമുക്ക് വെല്ലച്ചൻ്റെ തറവാടിൻ്റെ ഭാഗത്ത് കറയക്കാട് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നമുക്ക് വരാം കേട്ടോ. കഴിഞ്ഞ തവണയും നമ്മൾ വെല്ലച്ചനെയും കൂട്ടി ഒന്ന് ഇങ്ങനെ പുറത്ത് പോയായിരുന്നു. ഇവിടുന്ന് ഹൈസ്കൂൾ റോഡ് ഇങ്ങോട്ട്. ഇവിടെ നെസ്റ്റോയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നെസ്റ്റോന്ന് കുറച്ച് വീട്ടിലേക്ക് കുറച്ച് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വിഷ്ണു ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ ഏകദേശം 3 മാസത്തോളം ഉണ്ടല്ലോ ഇത്തവണ. അപ്പോൾ വിഷ്ണു തന്നെ പറയും വിഷ്ണുവിൻ്റെ ഐഡിയ. ഞാനത് വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നു. വെരി അപ്രീഷ്യബിൾ ഐഡിയ. പറയൂ. ഐഡിയ അല്ല, തോട്ട്. ഒന്നുമില്ല, വീട്ടിലെ കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് ചെയ്യണം. അപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ വെക്കേഷന് വേണ്ടി മാത്രം വന്ന പോലെയല്ല, 1 മാസത്തിൽ വന്ന പോലെയല്ല. ഒരു 3 മാസം നമ്മൾ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ കണ്ടറിഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ ഓണർഷിപ്പ് എടുത്ത് ചെയ്യാൻ ഓർക്കണം അല്ലേ. അപ്പോൾ അമ്മയുടെ കുറച്ച് ലിസ്റ്റ് വാങ്ങിയിട്ട് ആദ്യത്തെ ഓണർഷിപ്പിൽ ഞാൻ കുറച്ച് വീട്ടിലേക്കുള്ള പലചരക്ക് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. സാധനങ്ങൾ എടുക്കുന്നൊക്കെ വീഡിയോ എടുക്കണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ എനിക്ക് ചമ്മലായി. ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പം എന്താ ചമ്മലെന്ന് വെച്ചാൽ, ഞാൻ അവിടുന്ന് വീഡിയോ ചെയ്യുമ്പോഴേ അധികം എന്താ പറയുക, ഭാഷയുടെ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നവർക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീഡം എനിക്ക് അവിടെ കുറച്ചും കൂടെ ഉണ്ട്. ഇവിടെ ഞാൻ സംസാരിക്കുന്ന എല്ലാ ആൾക്കാർക്കും മനസ്സിലാവില്ല. അപ്പം എനിക്കൊരു ചമ്മൽ വരെ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരുപാട് പേരെ കണ്ടോട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറയാറില്ലേ, ഞാൻ എപ്പോഴും വർക്ക് ചെയ്യണതിൻ്റെ ഒരു അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ റെസ്പോൺസൊക്കെ ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് നേരിട്ട് കേൾക്കാൻ വേണ്ടി പറ്റാറ്. അപ്പോൾ ഒരുപാട് പേര് വന്ന് അവർക്ക് ഇഷ്ടമാണ്, വീഡിയോസ് കാണാറുണ്ട്, സ്ഥിരമായിട്ട് കാണാറുണ്ട്, യുവി എവിടെ, അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ അന്വേഷിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അന്ന് ഇതിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കാണുമ്പോൾ നിങ്ങൾ ഹായ് പറയണം. എനിക്കിഷ്ടമാണ് നിങ്ങളുടെ നേരിട്ട് കണ്ട് സംസാരിക്കാനും ഫീഡ്ബാക്ക് നേരിട്ട് അറിയാനും ഒക്കെ വേണ്ടിയിട്ട്. അല്ല വിഷ്ണു പക്ഷെ ആരെങ്കിലും ഒക്കെ സംസാരിക്കാൻ വരും, വിഷ്ണു ഓടും. എന്തിനാ? ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വിഷ്ണുവിനെ കാണില്ല. വിഷ്ണു എവിടെയെങ്കിലും ഒക്കെ എത്തിയിട്ടുണ്ടായിരിക്കും. വെല്ലച്ചനും എന്തെങ്കിലും ഒരു സാധനം കൂടെ വാങ്ങിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ
വിശന്നിട്ട് വയ്യ. സമയം 2 മണിയാവാനായി. നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സമയം നെസ്റ്റോയിൽ പോയി. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നേരെ പോയി ഫുഡ് കഴിക്കും. ഗിഫ്റ്റ് നമ്മളൊന്ന് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും. കാരണം ഇനി ചെന്നിട്ട് എനിക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. കാരണം യുവിയുടെ അടുത്ത് നിന്ന് ഇപ്പം തന്നെ ഓൾറെഡി നമ്മൾ 2 മണിക്കൂർ മാറിയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് യുവിനെ കാണാൻ തോന്നുക. അപ്പോൾ ഗിഫ്റ്റ് ചിലപ്പോൾ ഫാദേഴ്സ് ഡേ കഴിഞ്ഞ അടുത്ത ദിവസത്തേക്ക് ഒരു ബിലേറ്റഡ് ഫാദേഴ്സ് ഡേയിൽ കൊടുക്കേണ്ടി വരും. അപ്പൊ തനിക്കും ബിലേറ്റഡിൽ തരുള്ളൂ. മക്കൾക്ക് വയ്യെങ്കിലേ നമുക്കൊരു ഭയങ്കര, ഇപ്പം ഞാനും വിഷ്ണു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇന്നാണ് അവൻ കുറച്ചൊന്ന് ഉഷാറായത്, ഇന്നലെ രാത്രി തൊട്ടിട്ട്. അപ്പം അതുവരെ ഇങ്ങനെ ഭയങ്കര ക്ഷീണിച്ച്, പ്രത്യേകിച്ച് വയർ അപ്സെറ്റ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നൂല്ലോ. അപ്പം അങ്ങനെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവർ ഉഷാറില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഡള്ളായിട്ട് ഫീൽ ചെയ്യും. ഒരു അല്ലേ, ഒരു സുഖം കിട്ടുന്നുണ്ടായിരുന്നില്ല ആകെ മൊത്തം. ഇപ്പം അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു എണീറ്റു എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ എത്തും. അമ്മമ്മയ്ക്കുള്ള ഡയറി മിൽക്ക് സിൽക്കും കുക്കിങ് കൊടുത്തു. അമ്മമ്മയ്ക്ക് വേണ്ടായിരുന്നു ഇപ്പൊ ഡയറി മിൽക്ക് സിൽക്ക്. അല്ല ഇപ്പൊ വേണ്ട, ചുമ്മാതിൽ കുത്തി കയറ്റി കഴിച്ചിട്ട് പോയാൽ മതി. ചുമ്മാട്ട് അമ്മ പറഞ്ഞിപ്പോൾ വേണ്ടാന്ന്. പക്ഷെ ഒരു കുഞ്ഞു പീസെങ്കിലും കഴിക്കാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു കുഞ്ഞു കഷ്ണം ഡയറി മിൽക്ക് കൊടുത്തു. അപ്പോൾ ഞങ്ങളിനി പോയിട്ട് ലഞ്ച് കഴിക്കട്ടെ. ഞാനൊരു ഫാദേഴ്സ് ഡേ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയതായിരുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ ഗിഫ്റ്റ് വാങ്ങിയിട്ട് അച്ഛന് കൊടുക്കുന്നു അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇന്നലെ ഒന്നും എനിക്ക് പ്ലാൻ ചെയ്യാനേ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫോക്കസ് വേറെ ആയിരുന്നു ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ അറേഞ്ച് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണുവിന് വാങ്ങിയ ക്രാഫ്റ്റിൻ്റെ സാധനം പോലും എനിക്കൊന്ന് പ്രോപ്പർലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇവന് തീരെ സുഖം ഉണ്ടായിരുന്നില്ല. മിനിയാന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഇന്നലെ രാത്രി ഒന്ന് ബെറ്ററായി തുടങ്ങിയത്. അപ്പോൾ ഫാദേഴ്സ് ഡേ വ്ളോഗ് വേറെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്നൊരു സാമ്പാറായി വിഷ്ണു. വീണ്ടും ഉറക്കാൻ നോക്കുക കേട്ടോ. ഞാൻ വന്ന് കുറച്ച് നേരം അവൻ്റെ ഒപ്പം ഇരിക്കും കളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് നേരം കൊണ്ട് ഉറക്കാം എന്നിട്ട് കൊണ്ടുവരാന്നുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് നല്ല കുത്തരിച്ചോറ്. ഞാൻ വിചാരിച്ചു കായ വറുത്ത് കയ്യിലായതാവും. അങ്ങനെയല്ല, അത് നെയിൽ പോളിഷാണ്. പിന്നെ നല്ല കായ വറുത്തത്, ഇത് അരിനെല്ലിക്കയുടെ അച്ചാറ്, ഇത് അമ്പാഴങ്ങയുടെ അച്ചാറ്, ഇത് നല്ല പയറുപ്പേരി, അടുമീൻ വറുത്തത്, പിന്നെ ഇത് നമ്മുടെ സ്പെഷ്യൽ മഞ്ഞക്കറി. മഞ്ഞക്കറി വിട്ടൊരു കളി ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ മെയിനായിട്ട് ഇത് ഇപ്പോഴും ഉണ്ടാക്കാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഈ കറി നിർബന്ധമാണ് ചോറിന്. പിന്നെ വിഷ്ണുവിന് ഇഷ്ടമാണ് ഈ കറി. മൊബൈല് നോക്കി ഭക്ഷണം കഴിക്കണത് പാടില്ല ഈ വീട്ടിലെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങുമല്ലോ, ഇപ്പം കഴിക്കില്ലല്ലോ. ഇത് യൂഷി അച്ഛക്ക് ഫാദേഴ്സ് ഡേക്ക് വാങ്ങിയ ഗിഫ്റ്റാണ്. പക്ഷെ യൂഷി കുറച്ച് സിക്കായത് കാരണം യൂഷിയുടെ ക്രാഫ്റ്റ് വർക്ക് യൂഷിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇനി അച്ഛയും യൂഷിയും കൂടെ ഒപ്പാണ് ഇത് കംപ്ലീറ്റ് ചെയ്യണത് അല്ലേ. ഹാപ്പി ഫാദേഴ്സ് ഡേ. യൂഷി ഒന്ന് കിണങ്ങൽ കുട്ടിയാണ്. ഹാപ്പി ഫാദേഴ്സ് ഡേ. ഇതമ്മ എടുത്തോളാടാ. എന്താ ചെയ്യാനുള്ളതെന്ന് അറിയോ? ഇതിൽ യുബിയുടെ ഒരു ഹാൻഡ് പ്രിന്റ് വെക്കാനുണ്ട്. ഇവിടെ ഇങ്ങനെ അച്ഛക്ക് എ യുബി ഇങ്ങനെ ഹാൻഡ് പ്രിന്റ് വെക്കും. അപ്പോൾ ടു ദ വേൾഡ് യു ആർ എ ഡാഡ്, ബട്ട് ടു മീ യു ആർ ദ വേൾഡ്. അച്ഛ ഹാപ്പി ഫാദേഴ്സ് ഡേ 2026. ഞാനൊരു കളർ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൈ ഡിപ്പ് ചെയ്തിട്ട് അതിൽ വെക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് സെറ്റായിട്ട് തരേണ്ട ഒരു വേറൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഒരു വൈറ്റ് ടീഷർട്ട്. നിങ്ങൾ രണ്ടുപേരുടെയും ഫുഡ് പ്രിന്റ്സ് വെച്ചിട്ട് ഐ എം ഫോളോവിങ് യു എന്നുള്ള ഒരിതെടുക്കണത്. അങ്ങനെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടൊരു ഫാദേഴ്സ് ഡേ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നമ്മുടെ യൂഷിക്കൂട്ടൻ ചെറുതായിട്ട് വയ്യാതായി പോയി അല്ലേ? അതെ, വയ്യാതായി പോയി. ഇഷ്ടമായോ ഗിഫ്റ്റ്? കേട്ടോ യുവി വിഷ്ണുവിന് കൊടുത്ത ഗിഫ്റ്റ്. ഇവിടെ നമ്മൾ യുവിയുടെയും വിഷ്ണുവിൻ്റെയും കൂട്ടി ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ എടുത്തൊരു ഫോട്ടോ ആണ്. ഇത് ഞാൻ വലുതാക്കിയിട്ട് ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം. എനിക്ക് ആ ഫോട്ടോ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോ ആണ്. ഞാൻ ചുമ്മാ ബെഡ്റൂം കിടക്കുമ്പോൾ രണ്ടുപേരും ഡോറിൻ്റെ അവിടെ വന്ന സമയത്ത് ഞാൻ എടുത്തൊരു ഫോട്ടോ ആയിരുന്നു. അപ്പോൾ ടു ദ വേൾഡ് യു ആർ എ ഡാഡ്, ബട്ട് ടു മീ യു ആർ ദ വേൾഡ്. അച്ഛൻ്റെ എ മിസ്സിംഗ് ആണ്. അവിടെ യുവിയുടെ ഒരു കൈ നമ്മളിങ്ങനെ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. ബേബി ഫ്രണ്ട്ലി ആയിട്ടുള്ള പെയിൻറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അതിനുശേഷം കൈയൊക്കെ നമ്മൾ വൃത്തിക്ക് കഴുകി കളയണം. ഹാപ്പി ഫാദേഴ്സ് ഡേ 2026, വിഷ്ണുവിൻ്റെ ഫസ്റ്റ് ഫാദേഴ്സ് ഡേ. എന്നിട്ട് നമ്മൾ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഐഡിയ. അപ്പോൾ വിഷ്ണുവിന് വർക്ക് ടേബിളിലോ അവിടെ എവിടെയെങ്കിലും വെക്കാമല്ലോ. യുവിയുടെ ആ ഒരു കൈയിൻ്റെ വലിപ്പം എന്നും നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. എത്ര കുഞ്ഞായിരുന്നു അവൻ്റെ കൈ എന്നുള്ളത്. അപ്പോൾ അതായിരുന്നു എൻ്റെ അല്ല യുവിയുടെ ഒരു ഗിഫ്റ്റ്. ഇത് ഞാൻ ഒരു റീലിൽ കണ്ട് ഇൻസ്പയർഡ് ആയതാട്ടോ. കുറച്ച് മാറ്റങ്ങളെ ഞാൻ വരുത്തിയിട്ടുള്ളൂ. പിന്നെ ഒരു വൈറ്റ് ടീഷർട്ടും എടുത്തിട്ടുണ്ട്. വിഷ്ണുവിൻ്റെയും യുവിയുടെയും ഫുഡ് പ്രിന്റ് വെച്ചിട്ട്
ഒരു കാര്യം, ഒരു വൈറ്റ് ടീഷർട്ട് എഴുതിയിട്ട് ഒരു ഓർമ്മ പോലെ നമുക്കൊരു ഫസ്റ്റ് ഫാദേഴ്സ് ഡേ മെമ്മറി പോലെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ പിന്നെ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യും. വയറിന് അസുഖമാവുന്നത് കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് കഴിക്കാൻ വേണ്ടി ചെറിയ മടിയുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പുറത്ത് നടന്ന് കാക്കേനെയും പൂച്ചേനെയും ഒക്കെ കാണിച്ച് എനിക്ക് തന്നതുപോലെ ഭക്ഷണം ഇവിടെ കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടാവാൻ പോയില്ല എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വിളിച്ച് കയറുന്നു. ഞാൻ യുവീനെ ഉറക്കായിരുന്നു കേട്ടോ ഇത്രയും നേരം. അവനങ്ങോട്ട് കുറച്ച് ഡിന്നർ കഴിച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ട്. എന്നാൽ പിന്നെ വീഡിയോ അങ്ങോട്ട് ഓൾമോസ്റ്റ് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് രാവിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ വീടിൻ്റെ കുറച്ച് റിനോവേറ്റ് ചെയ്ത ഭാഗങ്ങൾ കാണിക്കുക എന്നുള്ളത്. മെയിനായിട്ട് റിനോവേഷൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ഹോളും അമ്മടി അച്ഛൻ്റെ റൂമാണ്. ഈ വീട് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 25 കൊല്ലമൊക്കെ പഴക്കമുണ്ടായിരിക്കും. കാരണം ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ വീട് ഉണ്ടാവുന്നത്. 3ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എത്ര വയസ്സുണ്ടാവും ഒരാൾക്ക്? 8, 9 വയസ്സല്ലേ? അപ്പൊ ഇപ്പൊ എനിക്ക് 31 വയസ്സായി. അപ്പൊ എന്റെ കണക്ക് തെറ്റാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത്രയും വർഷം ഏകദേശം പഴക്കമുണ്ട് ഈ വീടിന്. പക്ഷെ അതിനേക്കാളും കുറച്ച് കൊല്ലം മുന്നേ നമ്മൾ ഈ വീടിന്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2-2.5 വർഷത്തോളം എടുത്തിട്ടുണ്ട് ഈ വീട് പണി. അന്നത്തെ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അന്നും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം നമ്മൾ തട്ടിക്കൂട്ടി ഒരു വീട് റെഡിയാക്കിയാൽ കൊണ്ടിരുന്നതായിരുന്നു. പിന്നെ കുറച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീട്ടിൽ ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത്. പക്ഷെ പിന്നെ ഞാൻ ഇവിടുന്ന് നെതർലൻഡ്സിലേക്ക് പോയി. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ടത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ കൂടെ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ റൂം ഞാൻ റെനോവേറ്റ് ചെയ്ത് തുടങ്ങാം, എന്നിട്ട് ഓരോരോ അറ്റത്തിലോട്ട് വന്ന് തുടങ്ങാം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ റൂം റെനോവേറ്റ് ചെയ്തു. രോഹിതിൻ്റെ റൂം റെനോവേറ്റ് ചെയ്തു. അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അമ്മയും അച്ഛനും ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഹോളും അവരുടെ ബെഡ്റൂമും കൂടെ റെനോവേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ആകെ മൊത്തത്തിൽ ഈ വീട് കാണാൻ വേണ്ടി ഒരു പുതിയ വീട് പോലെ ഉണ്ട്, നല്ലൊരു ഫ്രഷ് ഫീൽ ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം പഴയ വീട് കുറച്ച് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ജനിച്ചു വളർന്ന വീടല്ലേ. അപ്പോൾ ഈ വീടിനോട് ഭാഗമായിട്ടുള്ള അകത്ത് ഓരോരോ കാര്യങ്ങളോട് നമുക്ക് ഇമോഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് അടിപൊളിയായിട്ടുണ്ട്. ക്ലോഡിയ എന്ന് പറയുന്ന ഒരു ഇന്റീരിയർ ഡിസൈനിങ് ടീമിന്റെ ഒപ്പമായിരുന്നു നമ്മൾ ഈ വീടിന്റെ ഇന്റീരിയേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബെഡ്റൂമും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയത് കാരണം ഹോളും അമ്മടി അച്ഛന്റെ ബെഡ്റൂമും അവർ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. റീജയാണ് ക്ലോഡിയയിലുള്ളത്. അപ്പോൾ എല്ലാ പ്രോപ്പർ സ്കെച്ചും കാര്യങ്ങളും ഒക്കെ തന്നതിന് ശേഷം എല്ലാം ഇതിൽ വരുന്നതാട്ടോ. അതായത് ഫേർണിച്ചേഴ്സും ഡൈനിങ് ടേബിൾ നമ്മുടെ അടുത്ത് ഉണ്ടായത് തന്നെയാണ്. പക്ഷെ അതിന് ടോപ്പ് പൊസിഷൻ കുറച്ച് മാറ്റിയതൊക്കെ ഞാൻ എടുത്തുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. കേർട്ടൺസും വാളിൽ വരുന്ന ഓരോ ഡിസൈൻസും ഫോട്ടോ ഫ്രെയിംസും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തതാണ്. അപ്പോൾ നമ്മുടെ TV യൂണിറ്റ് നമ്മൾ ഇങ്ങനെയാണ് മാറ്റിയിട്ടുള്ളത്. TV ഉണ്ട്. മുകളിൽ ഷോ പീസസ് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്ഥലം ചെയ്തിട്ടുണ്ട്. താഴെ 1-2 കുഞ്ഞ് ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഷോ പീസസ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും കാര്യമായിട്ടുള്ളൊരു ഷോ പീസും ഇപ്പം നമ്മൾ വെച്ചിട്ടില്ല. വെച്ച് തുടങ്ങണം. ഞാൻ അമ്മയുടെ അച്ഛനോടും പറഞ്ഞായിരുന്നു നിങ്ങൾ വെക്കേണ്ട, ഞാൻ വന്നിട്ട് വെക്കാന്ന്. കാരണം ഇതിൻ്റെ ഓരോരോ അറ്റത്തും എൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അമ്മയ്ക്ക് അച്ഛനൊന്നും അതിൽ വലിയ അഭിപ്രായം ഇല്ലാത്ത കാരണം എനിക്ക് മുഴുവൻ സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സൈഡിലാണ് നമ്മൾ കൗച്ചും കാര്യങ്ങളും വെച്ചിട്ടുള്ളത്. 3 സീറ്റ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഒരു സിംഗിൾ സീറ്റ്, ഇവിടെ ഒരു സിംഗിൾ സീറ്റ്, ഇവിടെ ഏകദേശം ഒരു 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലോങ് ആയിട്ടുള്ള സീറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നടുവൊരു കോഫി ടേബിളും താഴെ റഗ് ഇട്ടിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് നമ്മുടെ സ്ഥലത്ത് എങ്ങനെയാണോ നമുക്ക് ഡിസൈൻ കൊണ്ടുവരാൻ പറ്റുക അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ലിവിങ് ഏരിയയുടെയും ഡൈനിങ് ഏരിയയുടെയും പല പല ഭാഗങ്ങളും ഞാനിന്ന് ഇവിടെ കാണിക്കാം കേട്ടോ. നമ്മളിങ്ങനെ വളർന്ന് വലുതായി വരുമ്പോൾ നമ്മുടെ വളർച്ചയുടെ ഒപ്പം നമുക്ക് പല ആഗ്രഹങ്ങളും നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കുമല്ലോ. അതിൽ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷമുള്ളൊരു കാര്യം വേറെ ഒന്നുമില്ല. മുന്നേ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഈ ഒരു വീട് വെച്ചിരുന്ന സമയത്ത് നമുക്ക് വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തെടുക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ. അങ്ങനെ എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ റൂമും വീടും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ചൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്ന്. എനിക്കിവിടെ എൻ്റെ വീട്ടിലെ റൂമിനോട് ജസ്റ്റ് ഒരു ഇഷ്ടം എന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കൊരു ഒബ്സഷനോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഇമോഷനോ ഒക്കെ എനിക്ക് എൻ്റെ റൂമിനോടുണ്ട്. ലൈഫിൽ ഇങ്ങനെ പല സിറ്റുവേഷനിലും ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാനിങ്ങനെ ഒറ്റപ്പെട്ടു പോയ പല സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ ഇമോഷൻസ് മുഴുവൻ കണ്ടിട്ടുള്ളത് എൻ്റെ ഈ ഒരു റൂമായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിലെ റൂം. ഒരവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതൊന്ന് എനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ മാറ്റിയെടുക്കാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ അതിനുശേഷം അമ്മീനെയും അച്ഛനെയും ഒക്കെ മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു വീട് ഇത്രയും മാറ്റിയെടുത്ത് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുമ്പോൾ എനിക്കറിയില്ല എന്താ പറയണ്ടേ എന്നുള്ളത്. അത്രയും സന്തോഷത്തോടു കൂടെയാണ് ഞാനിന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ.
ഈ ഒരു വോള് നല്ല ഹൈറ്റുള്ള വോളാണ് കേട്ടോ. എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു നമുക്കിതിൽ ഫുൾ ലെങ്ത്തിൽ വരുന്ന രീതിയിലുള്ള ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കേർട്ടൻ ഉണ്ടെന്നുള്ളത്. നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഇങ്ങനെ കൺമുന്നിൽ നടന്ന് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരിക്കില്ലേ? ആ സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കണത്. അപ്പോൾ പ്രൗഡ്ലി പ്രസൻറ്റിങ്, ഇതാണ് എൻ്റെ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഫുൾ ഹൈറ്റിൽ വരുന്ന എൻ്റെ കേർട്ടൻ. ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ റീജ തന്നെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഈ ഒരു സംഗതി അമ്മ അടുക്കളയിൽ മുട്ടക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എന്താ പറയുക, ഇതിനെന്താ പറയുക, ആഭരണപ്പെട്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് അച്ഛൻ കുറച്ച് കലാപരമായി പുറത്തു കൊടുത്ത് പെയിൻ്റൊക്കെ ചെയ്യിപ്പിച്ചെടുത്തതാണ്. എനിക്കതിൻ്റെ പഴമ നിലനിർത്തുന്ന രീതിയിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ ഈ പറയുന്ന പോലെ ഇത് നമ്മുടെ വളകാപ്പിന് അമ്മമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. ഈ ഒരു ആഭരണപ്പെട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞ വളകാപ്പ് വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇത് വളരെയധികം തലമുറകളായി നമ്മൾ കൈമാറി വരുന്ന മണ്ണുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു ആഭരണപ്പെട്ടിയെ തോന്നുന്നു. പക്ഷെ ഇതിന്റെ പഴമയ്ക്കും കൈമാറി വന്ന ആൾക്കാരിലുമാണ് അതിന് പ്രാധാന്യമുള്ളത്. അമ്മമ്മയുടെ അമ്മമ്മ ഉപയോഗിച്ചിരുന്ന ആഭരണപ്പെട്ടിയാണ്. അവിടെ തറവാടൊക്കെ കൊടുത്ത് വന്ന സമയത്ത് അമ്മമ്മ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തുറക്കാനും പറ്റില്ലേ? അമ്മമ്മ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, മണ്ണാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അമ്മമ്മ ഇത് കൊണ്ടുവന്നിട്ട് കുറേ കാലം അമ്മമ്മയുടെ അവിടെ ഷോക്കേസിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് നെക്സ്റ്റ് എനിക്ക് കൈമാറണം എന്നുള്ളത്. പക്ഷെ നമ്മളുടെ അവകാശികൾക്ക് കുറേ പേരുണ്ടല്ലോ. പക്ഷെ അവർക്കൊന്നും ഇതിലിങ്ങനെ വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല, ഇപ്പൊ അപർണി ആമിയൊന്നും. അപ്പോൾ എൻ്റെ വളകാപ്പിന്റെ സമയത്ത് അമ്മമ്മ എനിക്കിത് ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ട് അപർണിയും ആമിയും അനുവും അപ്പും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ആഭരണപ്പെട്ടി എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് തലമുറയായി കൈമാറി വരുന്നത് ഇഷ്ടമുള്ളത് കാരണം ഞാനിത് അമ്മയുടെ അടുത്ത് വെക്കാം, കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോകാനാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ അമ്മ അടുത്ത് എത്തി കഴിഞ്ഞപ്പോൾ അച്ഛന് കുറച്ച് കലാപരം കൂടിയത് കാരണം അച്ഛൻ എൻ്റെ മോളിൽ ഫുൾ പെയിന്റ് അടിച്ചു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മളിങ്ങനെ ജനറേഷൻ വൈസ് കൈമാറി വരുമ്പോൾ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിട്ടുള്ള പാടുകളൊക്കെ അതിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഏകദേശം ഒരു 5 തലമുറ പഴക്കമുള്ള മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ആഭരണപ്പെട്ടിയാണിത്. ഇതിപ്പോ തൽക്കാലം ഇത് ഞാൻ ഫസ്റ്റ് ആംസ്റ്റർഡാമിക്ക് കൊണ്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ചങ്ക് തകർന്നു പോകും. അപ്പൊ അത് കാരണം സേഫ് ആയിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുക. എനിക്ക് ഒരു റിസ്ക്കും ഇതിന്റെ മുകളിൽ എടുക്കണ്ട. ലിവിങ് ഏരിയ കഴിഞ്ഞിട്ട് ഡൈനിങ് ഏരിയക്ക് എത്തിയപ്പോഴേക്ക് സമയം കുറച്ചെടുത്തു കേട്ടോ. ഇടയിൽ യുവി ഒന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോയി. ഒരു 10 മിനിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ചിട്ട് ഈ ഒരു ഏരിയയും കൂടെ ഒന്ന് അവസാനിപ്പിച്ചതിന് ശേഷം ഞാൻ രാത്രി ബാക്കി നമ്മുടെ പരിപാടിയിലൂടെ കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡൈനിങ് ടേബിള് നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ മുന്നത്തെ ഡൈനിങ് ടേബിൾ തന്നെയാണ്. മുന്നേ മുകളിൽ വുഡ് ആയിരുന്നല്ലോ, ഗ്ലാസ് ഉണ്ടായിരുന്നു എനിക്ക് എത്ര ഓർമ്മ. വുഡും ഗ്ലാസും കൂടെ മിക്സ് ആയിരുന്നു തോന്നുന്നു. അപ്പോൾ ടോപ്പ് പോർഷൻ മാറ്റിയിട്ട് നമ്മളവിടെ വൈറ്റ് മാർബിളാണ് ഇട്ടത്. ഇത് ഫുൾ വൈറ്റും ക്രീമും ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു ഐഡിയ ആയിരുന്നു. അതിനെനിക്ക് അത്യാവശ്യം നന്നായിട്ട് അമ്മയുടെ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളത്. പിന്നെ ഈ 4 കാലുമില്ലേ ഡൈനിങ് ടേബിളിൻ്റെ, അതൊന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു 6 ചെയറും പിന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ യുവിയുടെ 3 ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഒന്ന് ചോറൂണിന്റെ ഫോട്ടോ, ഒന്ന് സഞ്ജേട്ടൻ എടുത്ത അവന്റെ 6th ബർത്ത്ഡേയുടെ ഫോട്ടോ, പിന്നെ ഒന്ന് ഇത് കാഷ്വൽ ആയിട്ട് ഷെറിയർ എടുത്ത ഫോണിലെടുത്ത ഒരു ഫോട്ടോ ആണ് കേട്ടോ. ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്കും ഏറ്റവും ഇഷ്ടമുള്ള ഫോട്ടോ ഈ ഫോട്ടോ ആണ്. അപ്പൊ അതാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ ഒറ്റ ഫോട്ടോ വെക്കാനായിരുന്നു എൻ്റെ പ്ലാൻ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വലിയ ഫോട്ടോ. പക്ഷെ ചെയ്ത് വന്നപ്പോൾ നമുക്ക് 3 ഫോട്ടോസായി. പിന്നെ ഈ ഒരു വോള് വലിയൊരു വോളാണ് കേട്ടോ. ഇത് പ്ലെയിൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്ലെയിൻ ഫീൽ ഉണ്ടാവും എന്നുള്ളൊരു സജഷൻ റീജ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളൊരു എന്താ പറയുക വാൾപേപ്പർ ചെയ്തിട്ട് ഈ ഒരു ടെക്സ്റ്റേർഡ് ആർട്ട് തന്നെ തോന്നുന്നതിന് പറയുക. ഇതിൽ വുഡൊക്കെ ഇങ്ങനെ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നേരം എടുത്തിട്ടുള്ള പണിയായിരുന്നു ഈ ഒരു പണി. അപ്പോൾ അത് ഇവിടെയും അതേപോലെ ആ എൻഡിൽ ടോപ്പ് പോർഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വിഷ്ണു ഷൂട്ട് ചെയ്ത് എത്തിക്കഴിഞ്ഞിട്ട് എടുത്തത് പറയാം. ഈ ഒരു പോർഷനിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലമായിരുന്നു ദൈവത്തിൻ്റെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ ലിമിറ്റേഷൻ കാരണം ഇവിടെ തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ. കിഴക്ക് ഫേസ് ചെയ്തിരിക്കുക, വിളക്ക് കൊളുത്തുക, അതിനൊക്കെ ദിശകളുണ്ടല്ലോ. അതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഈ ഒരു സ്ഥലത്തെ പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു പൂജ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്പേസ് കണ്ടെത്താൻ പറ്റിയുള്ളൂ. അപ്പോൾ അവിടെ മുഴുവൻ വെച്ചെത്തിയിട്ടില്ല കേട്ടോ. ഗുരുവായൂരപ്പനൊക്കെ വെക്കാം, ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ വെക്കണം എന്നുള്ള എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ വന്ന് ഒരാഴ്ചയല്ലേ ഉള്ളൂ, എത്തണം. അതിലോട്ടെല്ലാം ഒരു കാര്യം കൂടെ കാണിക്കാം. യുബി അമ്മടി അച്ഛൻ്റെ റൂമിലാണ് കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് ഇപ്പം എനിക്ക് അവിടെ പോയി വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ മുന്നേ എടുത്ത് വെച്ചിരുന്ന കുറച്ച് ഷോർട്സ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതാണ് അമ്മടി അച്ഛൻ്റെ റൂം. അവരുടെ 3 ഫോട്ടോസ്, അവരുടെ അല്ല നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉള്ള കുറച്ച് 3 ഫോട്ടോസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്.
ഇവിടെയുള്ള 3 ഫ്രെയിമിലും വിഷ്ണു മിസ്സിംഗ് ആണ് ഇപ്പോഴാട്ടോ ഞാൻ തിരിച്ചറിഞ്ഞേ. ഈ എല്ലാ ഫോട്ടോസും സെലക്ട് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു, പക്ഷെ വിഷ്ണു എങ്ങനെയോ ഇതിൽ മിസ്സിംഗ് ആയിപ്പോയി. ഇത് വെറും ഫോട്ടോ ഫ്രെയിം അല്ല കേട്ടോ, വുഡൻ ബോർഡിൽ ഫോട്ടോ പ്രിന്റ് ചെയ്തതാണ്. ഇത് റീജയുടെ ഐഡിയ ആയിരുന്നു. ഇങ്ങനെ റീജയുടെ കുറേ സിഗ്നേച്ചേഴ്സ് നമുക്ക് ഈ വീടിൻ്റെ പല ഭാഗങ്ങളിൽ കാണാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒന്നാണ് ഈ ഒരു വോള് കാണുന്നത്. ഇതെനിക്ക് പ്ലെയിൻ ആക്കിയിട്ടുണ്ടാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിൻ്റെ 3D കണ്ട ഉടനെ തന്നെ ഒരു തിരുത്തുമില്ലാതെ ഓക്കെ പറഞ്ഞ ഒരു വോളായിരുന്നു ഇത്. ഈ ഒരു 3 ലൈറ്റ്സ് വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ അമ്മടി അച്ഛൻ്റെ റൂമിലെ ഈ ഒരു വാർഡ്രോബും നമ്മൾ ഡോർസൊക്കെ മാറ്റി ഉള്ളിലെ തട്ടുകളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ചെയ്ത ചെറിയൊരു റെനോവേഷൻ പരിപാടി. ഇനി നമുക്ക് കിച്ചണും ആ ഒരു ഹാളും കൂടെ ചെയ്യണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ട് കേട്ടോ. അമ്മടി അച്ഛൻ്റെ ആഗ്രഹം തീർന്നിരിക്കുന്നു. കാരണം റിനോവേഷൻ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിൽക്കുക എന്നുള്ളത് എത്ര പണിയുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇവിടെ വല്യമ്മയുടെ വീട്ടിലും അതേപോലെ പ്രിയതമ്മയുടെ വീട്ടിലും തറവാട്ടിലും ഒക്കെ ആയിട്ട് മാറി മാറി നിൽക്കുകയായിരുന്നു. തറവാട്ടിൽ അമ്മയ്ക്കും അച്ഛനും ഒരുമിച്ച് കിടക്കാനുള്ള സൗകര്യമില്ല. ബെഡ്റൂംസിൽ അമ്മമ്മയും വല്യച്ഛനും 2 റൂമിലാണ് അപ്പോൾ കിടക്കണം. അവിടെ അമ്മമ്മയുടെ ഹോം നേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയതമ്മയുടെ അവിടെയും വല്യമ്മയുടെ അവിടെയും ഒക്കെ ആയിട്ട് മാറി മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ഷീണമൊക്കെ ഒന്ന് വിട്ടതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും അമ്മടി അച്ഛൻ്റെയും പെർമിഷൻ കിട്ടുകയാണെങ്കിൽ എനിക്ക് കിച്ചണും ആ ഒരു ഹോളും കൂടെ ചെയ്യണമെന്നുണ്ട്. നമുക്ക് നോക്കി വെക്കാം. എന്തായാലും കുറച്ച് കൊല്ലം കഴിഞ്ഞെങ്കിലും നമ്മൾ ഈ ഒരു വീട്ടിലോട്ട് മാറി ഉടനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ഒരു വീട് മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ ഉള്ളിൽ ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളത് ആലോചിച്ചിട്ട് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു സന്തോഷം ഞാൻ വെറുതെ പങ്കുവെച്ചു എന്നേ ഉള്ളൂ. ചുട്ടിട്ട് വയ്യ കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം ഫാനൊക്കെ ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ പെട്ടെന്ന് പോയിട്ട് ഓടിപ്പോയി കുളിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. ഇന്ന് രാത്രി ഇടിയപ്പും മുട്ടക്കറിയാണ്. മുന്നേ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് രാത്രി കഞ്ഞിയായിരുന്നു കേട്ടോ. കഞ്ഞി ഉണക്കമാന്തൽ വറുത്തതും പിന്നെ ചോറും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പരിഷ്കാരങ്ങളാണ്. രാത്രി ഇപ്പോൾ പലഹാരങ്ങളാണ് അധികം ഇവിടെ. നമുക്ക് ഡിന്നറിന് മുട്ടക്കറിയും ഇടിയപ്പുമാണ് അല്ലമ്മ? എനിക്കിഷ്ടമാണ് ഇടിയപ്പും മുട്ടക്കറിയും. ആഴ്ചയിലൊരിക്കൽ കഴിച്ചില്ലെങ്കിൽ എനിക്ക് മാനസിക സമ്മർദ്ദം വരും. വിഷ്ണുവിന് ബിരിയാണി പോലെ ഇടിയപ്പും മുട്ടക്കറിക്ക് നിർബന്ധം. തിള വന്നു തിള എന്താ മുറിച്ചിടാത്ത. അമ്മ ഉണ്ടാക്കുന്ന ഇടിയപ്പത്തിന് വലിയ നൂലാണേ. അമ്മമ്മ ഉണ്ടാക്കുന്ന ഇടിയപ്പം കുഞ്ഞു കുഞ്ഞു നൂലായിരുന്നു. അതുകൊണ്ട് മുന്നേ എനിക്ക് അമ്മമ്മ ഉണ്ടാക്കുന്ന ഇടിയപ്പമായിരുന്നു ഇഷ്ടം. ഇപ്പം പിന്നെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് നൂലിൻ്റെ വലുപ്പമൊന്നും വിഷയമല്ല. അത് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ആവി കയറ്റിയാൽ ഞാൻ കഴിക്കുന്നുള്ള അവസ്ഥയായിരുന്നു. വിഷ്ണു അച്ഛനും കൂടെ തകർത്തിരുന്ന് ഇവിടെ വർത്താനൊക്കെ പറഞ്ഞ് ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയി ലൈറ്റായിട്ട് എൻ്റെ ഡിന്നറൊക്കെ കഴിച്ച് ഞാൻ ഇനി മെല്ലെ ഇന്നത്തെ ഒരു ദിവസം ഒന്ന് ക്ലോസ് ഔട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. അധികം വൈകാതെ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. ഇപ്പം നമ്മൾ ശരിക്കും പെട്ടെന്ന് തന്നെ കാണാറുണ്ട് ഇല്ലേ? ഞാൻ പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്.